Welcome back to Polar Classes. Today we have 7th Standard English. We are doing the activities of second unit. Now page number 61, 9a. Read the following sentence from the story The Song of Songs. Very well, Ustazi, said Akbar, smiling into Tansen's half-scared eyes. If he doesn't come, I shall go to him myself. If he doesn't come, I shall go to him myself is a conditional sentence. A conditional sentence has two parts. One is if clause, the other is main clause. Here, if he doesn't come എന്നതാണ് ഇതിനകത്തെ if clause. I shall go to him myself എന്നുള്ളത് ഇതിനകത്തെ മെയിൻ ക്ലാസ് ആണ്. if ഉള്ള ആ പാർട്ടിനാണ് നമ്മൾ if clause എന്ന് പറയുന്നത്. അതിനെ തുടർന്ന് വരുന്ന പാർട്ട് മെയിൻ ക്ലാസ്. ഇപ്പോൾ ഈഫ് ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈഫ് ക്ലാസ്സിലെ വെർബാണ്. വെർബ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലാസ്സിലെ വെർബ് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. അതായത് വിൽ ഓർ ഷാൾ പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ് ഓർ ബേസ് ഫോം ഓഫ് ദി വെർബ്. ഷാൾ ഗോ, ഷാൾ റൈറ്റ്, ഷാൾ റീഡ്, ഷാൾ ജമ്പ് എക്സെട്ര. ഈ വരുന്നതാണ് മെയിൻ ക്ലാസ്സിലെ വെർബ്. ഇനി നമുക്ക് മറ്റൊരു ടെക്സ്റ്റിനകത്തൊരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. റീഡ് ദ കോൺവെർസേഷൻ ഗിവൻ ബിലോ. അനിൽ ആൻഡ് ജോയ് ആർ ബോത്ത് ഫാൻസ് ഓഫ് മ്യൂസിക്. ദേ ആർ ടോക്കിംഗ് അബൌട്ട് എ മ്യൂസിക് കോമ്പറ്റീഷൻ വിച്ച് ദേ ആർ ഗോയിങ് ടു വാച്ച്. ലെറ്റ് us ലിസൺ ടു ദെയർ കോൺവെർസേഷൻ. കോൺവെർസേഷൻ നമുക്ക് ശ്രദ്ധിക്കാം. ഐ തിങ്ക് ശങ്കർ വിൽ വിൻ ദിസ് കോമ്പറ്റീഷൻ. If he wins, he will get an opportunity to sing in films. If he sings in films, he will certainly become famous. അപ്പോൾ ഇതിനകത്ത് രണ്ട് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത്. രണ്ട് കണ്ടീഷണൽ സെൻറ്റൻസ് വരുന്നുണ്ട്. ഒന്നാമത്തേത് ഇഫ് ഹി വിൻസ് ഹി വിൽ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സിങ് ഇൻ ഫിലിംസ്. രണ്ടാമത്തേത് ഇഫ് ഹി സിങ്സ് ഇൻ ഫിലിംസ് ഹി വിൽ സർട്ടൻലി ബിക്കം ഫേമസ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷണൽ സെൻറ്റൻസ് നമുക്കൊന്ന് നോക്കാം. അതിനകത്തെ ഈഫ് ക്ലാസ് ഇതാണ്. ഇഫ് ഹി വിൻസ്. മെയിൻ ക്ലാസ് ഹി വിൽ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സിങ് ഇൻ ഫിലിംസ്. അപ്പം ഇതിലെ ഈഫ് ക്ലാസ്സിലെ വെർബ് വിൻസ് ആണ്, അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് മെയിൻ ക്ലാസ്സിലെ വെർബ് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കണം. ഇവിടെ വന്നിരിക്കുന്നത് വിൽ ഗെറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈഫ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കോമ ഇട്ടതിന് ശേഷം മാത്രമേ മെയിൻ ക്ലാസ് ആഡ് ചെയ്യാവൂ. ഇനി രണ്ടാമത്തെ കണ്ടീഷണൽ സെൻറ്റൻസ് ഇഫ് ഹി സിങ്സ് ഇൻ ഫിലിംസ് ഹി വിൽ സർട്ടൻലി ബിക്കം ഫേമസ്. അതിനകത്തെ വെർബ് സിങ്സ് ആണ്. ഈഫ് ക്ലാസ്സിലെ വെർബ് സിങ്സ് ആണ്. മെയിൻ ക്ലാസ്സിലെ വെർബ് വിൽ ബിക്കം. ഈഫ് ക്ലാസ്സിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വന്നതുകൊണ്ട് മെയിൻ ക്ലാസ്സിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് വന്നു. അടുത്തത് നോ ഐ ഡോണ്ട് തിങ്ക് സോ. ഐ ഹോപ്പ് അശ്വതി വിൽ ബി ദ വിന്നർ. ഷീ വിൽ ഗെറ്റ് ആൻ അപ്പാർട്ട്മെൻറ്റ് if she wins the competition. She comes from a very poor family. ഇതിനകത്തെ കണ്ടീഷണൽ സെൻറ്റൻസ് ഇതാണ്. ഷീ വിൽ ഗെറ്റ് ആൻ അപ്പാർട്ട്മെൻറ്റ് ഇഫ് ഷീ വിൻസ് ദി കോമ്പറ്റീഷൻ. ഇതിനകത്ത് മെയിൻ ക്ലാസ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. രണ്ടാമത് വന്നിരിക്കുന്നത് ഈഫ് ക്ലാസ് ആണ്. അപ്പോൾ മെയിൻ ക്ലാസ്സും ഈഫ് ക്ലാസ്സും ചേഞ്ച് ചെയ്തും വരാം. ഷീ വിൽ ഗെറ്റ് ആൻ അപ്പാർട്ട്മെൻറ്റ് മെയിൻ ക്ലാസ്സിലെ വെർബ് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഈഫ് ക്ലാസ്സിലെ വെർബ് സിമ്പിൾ പ്രസൻറ്റ് ആണ്. ഷീ വിൻസ്. അപ്പം സിമ്പിൾ ഇതിനകത്ത് കണ്ടീഷണൽ സെൻറ്റൻസിന് രണ്ട് പാർട്ടുണ്ട്, ഈഫ് ക്ലാസ്സും മെയിൻ ക്ലാസ്സും. അത് മനസ്സിലായില്ല നിങ്ങൾക്ക്? ബി ഐഡൻറ്റിഫൈ ഈഫ് ക്ലാസ് ഇൻ ദ കോൺവെർസേഷൻ എബോവ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. എക്സാമിൻ ദം കെയർഫുള്ളി. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം തന്നിട്ടുണ്ട്. നമ്മൾ 3 കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് കണ്ടെത്തിയത്. ഇഫ് ഹി വിൻസ് ഹി വിൽ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സിങ് ഇൻ ഫിലിംസ്. അടുത്തത് ഇഫ് ഹി സിങ്സ് ഇൻ ഫിലിംസ് ഹി വിൽ സർട്ടൻലി ബിക്കം ഫേമസ്. മറ്റൊന്ന് ഗെറ്റ് ആൻ അപ്പാർട്ട്മെൻറ്റ് ഇഫ് ഷീ വിൻസ് ദി കോമ്പറ്റീഷൻ. ഇതിനകത്ത് ഈ 3 സെൻറ്റൻസ് 3 കണ്ടീഷണൽ സെൻറ്റൻസുകളിൽ നിന്ന് നിങ്ങൾ എഴുതേണ്ടത് ഈഫ് ക്ലാസ് ആണ് എടുത്തെഴുതേണ്ടത്. അപ്പം ആദ്യത്തതിനകത്ത് ഇഫ് ഹി വിൻസ്, രണ്ടാമത്തേത് ഇഫ് ഹി സിങ്സ് ഇൻ ഫിലിംസ്, മൂന്നാമത്തേത് ഇഫ് ഷീ വിൻസ് ദി കോമ്പറ്റീഷൻ. അപ്പോൾ ഈഫ് ക്ലാസ് കണ്ടെത്താൻ അറിയാമല്ലോ. നെക്സ്റ്റ് പേജ്. Arun and Joy are on the way to the stadium. They miss the bus. The next bus is only after an hour. Their friend Rita talks to them. If I were you, I wouldn't wait for the bus. I would walk.
അപ്പോൾ ഇവിടെ ടെൻസ് വ്യത്യാസമുണ്ട്. ടെൻസ് നോക്കിയേ, ഈഫ് ക്ലാസ്സിൽ വന്നിരിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ഈഫ് ഐ വെയർ ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിന് പറയുന്നതാണ് ഇമാജിനറി കണ്ടീഷൻ എന്ന് പറയും. ഈഫ് ഐ വെയർ യു, ഞാൻ നിങ്ങളായിരുന്നെങ്കിൽ, അതൊരിക്കലും സാധ്യമായ കാര്യമല്ല, ഒരു ഇമാജിനേഷനാണ്. ഈഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ എലോങ് ദ സ്കൈ, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ ഈ ആകാശത്തിൽ കൂടി പറന്നേനെ. ഇതും ഒരു ഇമാജിനറി കണ്ടീഷനാണ്, അസാധ്യമായ കാര്യമാണ്. ജസ്റ്റ് ഓൺലി ഫോർ ഇമാജിനേഷൻ. ഈഫ് ഐ വെയർ യു ഐ വുഡിൻറ്റ് വെയിറ്റ് ഫോർ ദി ബസ് ഐ വുഡ് വോക്ക്. അപ്പം സിമ്പിൾ പാസ്റ്റ് ടെൻസ് വന്നതുകൊണ്ട് പിന്നെ മെയിൻ ക്ലാസ്സിൽ വരുന്നത് എന്താണ്? വുഡ് ഓർ ഷുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദി വെർബ്. ഇവിടെ വുഡ് വാക്കാണ്. If I were you, I wouldn't wait for the bus, I would walk. അടുത്തത്, we don't have time. If we walked, it would take us an hour to reach there. ഇതിനകത്തെ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത് if we walked, it would take us an hour to reach there. ഈ കണ്ടീഷണൽ സെൻറ്റൻസിൽ if ക്ലാസ്സും ഉണ്ട്, മെയിൻ ക്ലാസ്സും ഉണ്ട്. ഇതിൽ if ക്ലാസ്, if we were walked. മെയിൻ ക്ലാസ്, it would take us an hour to റീച്ച് ദെയർ. അപ്പോൾ ഇതിലെ ഈഫ് ക്ലാസ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, വോക്ക്ഡ്. അതുകൊണ്ട് മെയിൻ ക്ലോസിലെ വെർബ് ഷുഡ് ഓർ വുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദി വെർബ്. ഇവിടെ വുഡ് ടേക്ക് ആണ് വന്നിരിക്കുന്നത്, വുഡ് ടേക്ക്. അടുത്ത് നോക്കിയേ, ലെറ്റ്സ് ചൂസ് 2 കണ്ടീഷണൽ സെൻറ്റൻസ് ആൻഡ് കമ്പയർ ദം വിത്ത് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കണ്ടീഷണൽ ദാറ്റ് യു ഹാവ് ഓൾറെഡി ലേൺഡ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് കണ്ടീഷണൽ, ഇഫ് യു വോക്ക് ഇറ്റ് വിൽ ടേക്ക് us an hour to reach there. അപ്പോൾ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് മെയിൻ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചറാണ്. ഇഫ് ഇറ്റ് റെയിൻസ് ദ മാച്ച് വിൽ ബി പുട്ട് ഓഫ്. അടുത്തത്, ഇഫ് യു വോക്ക്ഡ് ഇറ്റ് വുഡ് ടേക്ക് us an hour to reach there. അവിടെ പാസ്റ്റ് ടെൻസ് വന്നു, അത് കാരണം ഈഫ് ക്ലാസ്സിൽ പാസ്റ്റ് ടെൻസ് വന്നു, മെയിൻ ക്ലാസ്സിൽ വുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദി വെർബ് ഓർ V1 ഫോം ഓഫ് ദി വെർബ്. ഇഫ് ഇറ്റ് റെയിൻഡ് ദ മാച്ച് വുഡ് ബി പുട്ട് ഓഫ്. റെയിൻഡ് പാസ്റ്റ് ടെൻസ് വന്നതുകൊണ്ട് ഇവിടെ വുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദി വെർബ്. അത് ഇത്രയും ആണ് ടെൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് പേജ്. കംപ്ലീറ്റ് ദി ആൻസേഴ്സ് യൂസിങ് ദ വേർഡ് ഓർ വേർഡ്സ് ഇൻ ക്യാപിറ്റൽസ്. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. വാട്ട് ഹാപ്പൻസ് വെൻ വി ഹീറ്റ് വാട്ടർ ടു 100 degree Celsius? ബോയിൽ തന്നിട്ടുണ്ട്. If we heat water to 100 degree Celsius, it will boil. What happens when we heat water to 100 degree Celsius? 100 degree Celsiusൽ നമ്മൾ വെള്ളം ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? വെള്ളം തിളയ്ക്കും. If we heat water to 100 degree Celsius, it will boil. നമ്മൾ വെള്ളം 100 ഡിഗ്രിയിൽ ചൂടാക്കിയാൽ അത് തിളയ്ക്കും. അപ്പം ഇവിടുത്തെ ടെൻസ് ഈഫ് ക്ലാസ്സിൽ സിമ്പിൾ പ്രസൻ്റ് ആണ്, അത് കാരണം മെയിൻ ക്ലാസ്സിലെ സിമ്പിൾ ഫ്യൂച്ചറാണ്. നെക്സ്റ്റ്, വാട്ട് ഡസ് വാട്ടർ ടേൺ ഇൻ ടു വെൻ വി ബോയിൽ ഇറ്റ്? ഇഫ് വി ബോയിൽ വാട്ടർ ഇറ്റ് വിൽ ടേൺ ഇൻ ടു സ്റ്റീം. വാട്ട് ഹാപ്പൻസ് വെൻ വി കൂൾ ദി സ്റ്റീം? ഇഫ് വി കൂൾ ദ സ്റ്റീം ഇറ്റ് വിൽ ടേൺ ബാക്ക് ടു വാട്ടർ. വാട്ട് ഹാപ്പൻസ് വെൻ വി ഹീറ്റ് എ പീസ് ഓഫ് മെറ്റൽ? ഇഫ് വി ഹീറ്റ് എ പീസ് ഓഫ് മെറ്റൽ it will expand. What happens when we cool a piece of metal? If we cool a piece of metal, it will contract. What happens when we freeze water? If we freeze water, it will expand.